യെസ്, സി കെ ജാനു തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി സി കെ ജാനു, താങ്കൾ വിശദീകരിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് യു ഡി എഫിനൊപ്പം നിൽക്കുന്നതെന്ന കാര്യം. പക്ഷേ ചില സംശയങ്ങൾ അവശേഷിക്കുന്ന ഒരു കാര്യം, മുത്തങ്ങ സംഭവമാണല്ലോ താങ്കളുടെ ഒപ്പം നിൽക്കുന്ന സംവിധാനങ്ങളും ഏറ്റവും അധികം മുഖ്യധാരയിലിട്ട് ചർച്ച ചെയ്യപ്പെട്ടത്. അന്നത്തെ യു ഡി എഫ് സർക്കാർ തന്നെയായിരുന്നു പ്രതിക്കൂട്ടിൽ. പിന്നാലെ ആ സർക്കാരിനെതിരെയൊക്കെ താങ്കളെടുത്ത നിലപാടുകളൊക്കെ വലിയ ചർച്ചയായതാണ്. ഇപ്പോൾ എൻ ഡി എയുടെ ഒപ്പം നിന്ന താങ്കൾ മുന്നണി മാറി ഒടുവിൽ യു ഡി എഫിനൊപ്പം ചേരുമ്പോൾ ഈ വിഷയം താങ്കൾ കണ്ടെത്തിയ ന്യായം തന്നെ പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ആളുകൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യം നിലപാടെടുക്കുന്നത് അത് പ്രായോഗിക തലത്തിൽ അവർക്ക് ഗുണമുണ്ടോ? പൊതുസമൂഹത്തിൽ വെറുതെ ഒരു ന്യായം കണ്ടാൽ പറ്റില്ലല്ലോ. ഇപ്പോ ശരിക്കും പറഞ്ഞാല് ഇത്തരം കാര്യങ്ങളില് ഇപ്പോ മുത്തങ്ങയില് ഉള്ള ആളുകൾക്ക് 283 കുടുംബങ്ങൾക്ക് ഭൂമി കണ്ടെത്തി അതൊരു പാക്കേജ് ആക്കി വെച്ച് കൊടുത്തത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലുണ്ടായിരുന്ന സമയത്താണ്. അതിനു മുമ്പ് നടന്ന ഭൂവിതരണവും കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് തന്നെ നടന്നു. പക്ഷെ മുത്തങ്ങയുടെ പേരില് വോട്ട് മേടിച്ച് അധികാരത്തിൽ പോയ ആളുകള്, അതിന് സഹതാപം പറഞ്ഞവരൊക്കെ യു ഡി എഫ് ചാർജ് ചെയ്യാതെ വെച്ച 2 കേസ് ഞങ്ങളുടെ പേരിലേക്ക് ചാർജ് ചെയ്ത് തരിക എന്നല്ലാതെ അതിന്റെ പേരിൽ അധികാരത്തിൽ വന്ന ആളുകൾ ആ രീതിയിൽ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ തന്നെ ഇപ്പോ ഈ തൊട്ടടുത്തൊരു സ്ഥലത്ത് കോളറ വന്ന് ഒരാൾ മരണപ്പെട്ടു. പ്രാഥമിക സൗകര്യം നിറവേറ്റാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവർക്ക് കോളറ വന്നത്. കക്കൂസ്, ബാത്റൂം ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ലാതെ ഇപ്പൊ മരണപ്പെട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഈ ആദിവാസി കുട്ടികളുടെ ഗ്രാന്റ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇത് ഒന്നും ചെയ്യുന്നില്ലല്ലോ. ശരിക്കും എന്തെങ്കിലും ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അവർ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടെടുത്തു നമുക്ക് പറയാൻ പറ്റുമല്ലോ. നമ്മളേതായാലും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ അത് ചെയ്തതാണെന്ന് അംഗീകരിക്കുന്ന ആള് തന്നെയാണ്. ഇനി എങ്ങനത്തെ ആളുകൾ ചെയ്താലും. അതായത് താങ്കൾ വിശ്വസിക്കുന്നത് യു ഡി എഫിന്റെ പഴയ പ്ലാറ്റ്ഫോം അല്ല ഇപ്പോൾ, അതിന്റെ രൂപത്തിലും ശൈലിയിലും ആദർശ നിലപാടുകളിലും ഒക്കെ ഒരു വലിയ മാറ്റം വന്നു, അതുകൊണ്ട് യു ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണോ? അതെ അതെ, ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്, ഒത്തിരി മാറ്റം. ഇപ്പോ ഈ ആദിവാസികളുടെ ഈ ഓരോ കാര്യങ്ങളും ഇപ്പോ ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കാനുള്ള കരാറ് ഒപ്പുവെക്കുന്നത് യു ഡി എഫ് ഗവൺമെന്റും ഗോത്രമഹാസഭയുമാണ്. കരാർ ഒപ്പുവെച്ച് ഇന്ന് കേരളത്തിൽ 35,000-ഓളം ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടുന്ന കാര്യങ്ങൾ മൊത്തം ചെയ്തിരിക്കുന്നത്. ഇപ്പോ LDFന്റെ എ കേസ് എന്ന് പറയുന്ന ആളുകൾ പോലും പല സമയത്ത് ഭൂമിയിൽ കയറിയത് 2001 കുടിൽക്കട്ടൽ സമരം നടത്തിയപ്പോ ആന്റണി ഗവൺമെന്റ് പാസാക്കിയ പാക്കേജ് 25,000 ഏക്കർ ഭൂമി കേന്ദ്രം വിട്ടുതരണമെന്ന് പറഞ്ഞിട്ട് 19,000 ഹെക്ടർ ഭൂമി വിട്ടു തന്നപ്പോ ആ വിട്ടു തന്ന ഭൂമി എവിടെയുണ്ടെന്ന് നോക്കിയിട്ട് അതിലേക്ക് എ കേസിന്റെ ആളുകളെ കയറ്റി ഞങ്ങൾ ആ ഭൂമി പിടിച്ചു കൊടുത്തു എന്ന് പറയുന്ന സ്ഥലത്തിലേക്കാണ് അവര് മാറിയത്. അല്ലാതെ അവര് ഭൂമി കണ്ടെത്തി ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ. അത് പരിശോധിച്ചാൽ എല്ലാവർക്കും കൃത്യമായിട്ട് അത് മനസ്സിലാവും ആ കാര്യങ്ങൾ. അപ്പോ ഈ ആളുകളുടെ പ്രശ്നം പറയുന്ന അപ്പോഴൊക്കെ പ്രായോഗിക തലത്തിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടൽ നടത്തുന്ന അത്തരം ഒരു സംവിധാനത്തിനൊപ്പമല്ലേ ശരിക്കും നമ്മൾ നിൽക്കേണ്ടത്. ഇപ്പം യു ഡി എഫ് നേതൃത്വവുമായി നേരത്തെ നടന്ന ഒരു ചർച്ചയുടെ ഒടുവിലാണോ ഇപ്പോൾ ഈ തീരുമാനം ഉണ്ടാവുന്നത്? കുറെ നാളുകൾ മുമ്പ് ചർച്ച ആരംഭിച്ചതാണോ മുന്നണി? കുറെ നാളുകൾക്ക് മുമ്പേ ആരംഭിച്ച ചർച്ചയാണ് ശരിക്കും. കുറെ നാളുകൾക്ക്, ഒരു വർഷങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇത്തരം ഒരു ചർച്ച നടത്താൻ തുടങ്ങിയിട്ട് തന്നെ. താങ്കൾക്ക് എന്തുറപ്പാണ് യു ഡി എഫിന്റെ ഭാഗമാവുമ്പോൾ കിട്ടുമ്പോൾ? രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് അതിന്റെ ഭാഗമായി വരും, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടാവും. നിയമസഭയിൽ സ്ഥാനാർത്ഥിയാകുമോ സി കെ ജാനു? എന്തോ നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയില്ലേ സി കെ ജാനു ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഉണ്ടാവില്ലേ? അതൊന്നും നമ്മളിപ്പോ ചർച്ച ചെയ്തിട്ട് ഇപ്പൊ അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുവരെ അത് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് പാർട്ടി എന്നുള്ള നിലയിൽ എനിക്കൊരു അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും താങ്കൾ, പക്ഷേ നിങ്ങളുടെ പാർട്ടിക്ക് നിയമസഭയിൽ അങ്ങനെ ഒരു പരിഗണന നൽകും എന്ന ഉറപ്പ് ഈ നേതൃത്വം പങ്കുവച്ചിട്ടില്ലേ? അങ്ങനെ ഒരു പങ്കുവെക്കൽ നടന്നിട്ടില്ല. പക്ഷെ നമ്മളൊരു ജനാധിപത്യ സഖ്യ മുന്നണി സമവാക്യത്തിനകത്ത് വരുന്നത് തന്നെ ഇങ്ങനെയുള്ള സംഭവത്തിന്റെ ഭാഗമായിട്ടാണല്ലോ എല്ലാരും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും വരുമ്പോൾ അത് വ്യത്യസ്ത ഒരു സാധനം ആവൂലല്ലോ. ഇല്ല, അതായത് താങ്കളോ അല്ലെങ്കിൽ താങ്കളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെയോ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി നിയമസഭയിൽ മത്സരിക്കും, അങ്ങനെ തന്നെയല്ലേ? വരൂ, ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഓക്കെ, അത് എങ്ങനെയാ? വയനാടാണോ അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റു സ്ഥലങ്ങൾ? അങ്ങനെയുള്ള ആലോചനകൾ നടന്നിട്ടില്ല.
ഇല്ല. പക്ഷേ നമുക്ക് ഈ മുന്നണിക്ക് മാറുമ്പോൾ സാധാരണ അത്ര ആലോചനകളൊക്കെ നടക്കില്ലേ? നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകുക മാത്രമല്ലോ, ഈ പൊളിറ്റിക്കൽ ഒരു എക്സിസ്റ്റൻസ് എന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് മത്സരിക്കുക, അങ്ങനെയെങ്കിൽ അത് ഏതിടം എന്നൊരു ആലോചനയൊക്കെ മുന്നണി മാറുന്ന കാര്യ സമയത്ത് ആലോചിക്കുമല്ലേ? ഇല്ല, ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇല്ല. നേതൃത്വം UDF നേതൃത്വം നൽകിയിരിക്കുന്ന ഉറപ്പുകൾ എങ്ങനെയാണ്? നിങ്ങൾക്കുള്ള പരിഗണന, മറ്റു പരിഗണനകൾ എങ്ങനെയായിരിക്കും? ആ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ? ഇല്ല, സാധാരണ ഒരു ഘടക കക്ഷിനെ പരിഗണിക്കുന്ന അതേ രീതിയിലുള്ള ഒരു പരിഗണന. ഇപ്പോ ഒരു സാധാരണ ഘടകകക്ഷി കൊടുക്കുന്നതിൽ അപ്പുറത്തേക്ക് ഒരു പരിഗണനയൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ. ശരിക്കും സാധാരണ ഒരു ഘടകകക്ഷികൾക്ക് എന്തൊക്കെ പരിഗണനയാണ് കൊടുക്കുന്നത് ആ പരിഗണന ഞങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, വളരെ നന്ദി CK ജാനു പ്രതികരിച്ചു. എന്തായാലും CK ജാനു എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ്. മുത്തങ്ങയിലെ പോലീസ് വെടിവെപ്പുകളും പിന്നീട് നടന്ന നീക്കങ്ങളുമൊക്കെ കേരളം പലവട്ടം ചർച്ച ചെയ്തതാണ്. CK ജാനുവിൻ്റെ പേര് പോലും ഉയർന്നു കേൾക്കുന്നത് മുത്തങ്ങ സംഭവവും പിന്നീടുള്ള നീക്കങ്ങളുമാണ്. എന്തായാലും അന്ന് ആ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത UDF എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുകയാണ് CK ജാനു. അതിന് CK ജാനുവിന് കൃത്യമായ ചില രാഷ്ട്രീയ കാരണങ്ങളും അവർ മുന്നോട്ട് വയ്ക്കും.